ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. മഷ്റൂം ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നാക്കി വൃത്തിയാക്കിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുക്കറിലാണ് മഷ്റൂം ബിരിയാണി തയ്യാറാക്കുന്നത്. കുക്കർ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2-3 പീസ് ഏലയ്ക്ക, അതുപോലെ 3 പീസ് ഗ്രാമ്പൂ, പെരുംജീരകം, കറുകപ്പട്ട, വയനയില, താക്കോലം എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലകളെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 വലിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. സവാളയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മഷ്റൂം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി അടച്ച് വെച്ച് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കി മഷ്റൂം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നല്ലപോലെ തിളച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ട് മഷ്റൂമൊക്കെ. അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരമുറി നാരങ്ങാ നീരും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. 2 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റൈസ് സെറ്റായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബിരിയാണി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫൈനലി നമ്മുടെ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പുതിയതായിട്ട് വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.